മിഥുൻ എന്നൊരു പേര് നമുക്കുള്ളിൽ ഇപ്പോഴും വേദനയായി തന്നെ നിൽക്കുകയാണ്. കൊല്ലം തേവലക്കരയിലെ മിഥുനെ അങ്ങനെ പെട്ടെന്ന് ആരും തന്നെ മറക്കില്ല അല്ലേ? സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ് മരിച്ച മിഥുൻ, ആ കുഞ്ഞിന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്, ഒരു വീട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മിഥുന്റെ കുടുംബത്തിനായി പുതിയ വീടൊരുങ്ങിയത്. മാസങ്ങൾക്ക് മുൻപാണ് കൊല്ലം തേവലക്കരയിലെ മനോഭവനത്തിലേക്ക് മലയാളികളുടെ ശ്രദ്ധയെത്തുന്നത്. വിയോഗത്തിൽ വിലപിക്കുന്ന പല മുഖങ്ങൾ ആ വീട്ടിനുള്ളിൽ കണ്ടു. അവൻ ബാക്കി വെച്ച സ്വപ്നങ്ങളെ ഓർത്താണ് ഉറ്റവർ വിലപിച്ചത്. അതിലേറെ വൈകാരികമായത് അവൻ ആ വീടിന്റെ മതിലിൽ വരച്ചിരുന്ന ചിത്രങ്ങളാണ്. ചിത്രങ്ങൾക്കിടയിൽ മിഥുൻ സ്വപ്നം കണ്ട സ്വന്തം വീടുമുണ്ടായിരുന്നു. മാസങ്ങൾക്കിപ്പുറം ഇന്ന് ആ വീട് യാഥാർത്ഥ്യമാവുകയാണ്. തേവലക്കരയിൽ മിഥുനം തലയുയർത്തി നിൽക്കുന്നു. ഒപ്പം നിന്നവരെ ഓർക്കാതെ ഒരു ദിവസവും കടന്നുപോകില്ലെന്ന് മിഥുന്റെ പിതാവ് പറഞ്ഞ വാക്കുകൾ കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. നമ്മുടെ MLA കോർക്കുഞ്ഞൻ സാറ് ഇവരെല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടെല്ലാവരും. പൂർത്തിയാകാത്ത ചില ആഗ്രഹങ്ങൾ ഇപ്പോഴും അമ്മൂമ്മയുടെ മനസ്സിലുണ്ട്. ഏറ്റവും വലിയ ആഗ്രഹം എന്റെ മോനെ പണ്ട് കളിച്ച ഒരു പട്ടാളക്കാരന്റെ യൂണിഫോമും തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു വശം തളർന്നു കിടന്നാലും എന്റെ മോന്റെ അത് ഒരു രംഗം കൂടെ ഒന്ന് കാണണമായിരുന്നു ആ ഒരാഗ്രഹം. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ് വീടൊരുക്കിയത്. 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ജനുവരി 25-ന് ഗൃഹപ്രവേശന ചടങ്ങിന് ശേഷം പുതിയ വീട്ടിലേക്ക് മിഥുനിന്റെ പ്രിയപ്പെട്ടവർ താമസം മാറും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, മിഥുനം അങ്ങനെയാണല്ലേ വീടിന്റെ പേര്? ശരിക്കും മിഥുനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അന്നത്തെ ആ ഒരു ദിവസം ഏറെ വേദനിപ്പിച്ചതും ആ കുഞ്ഞു വീടിനുള്ളിൽ അവൻ വരച്ചു വെച്ച ആ ചിത്രങ്ങളായിരുന്നു. അതിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നതും സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു വീട് എന്നുള്ളത് തന്നെയായിരുന്നു. അത് യാഥാർത്ഥ്യമാവുകയാണ്. പക്ഷേ ആ കുഞ്ഞില്ല എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മിഥുന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതെല്ലാം ഇനി യാഥാർത്ഥ്യമായി തന്നെ മുന്നിലേക്ക് പോകണം. അതിന്റെ ആദ്യത്തെ ഒരു പടിയാകട്ടെ ഇതുമല്ലേ? കഴിഞ്ഞ ജൂലൈ മാസമാണ് ഒരു വേദനയായി മിഥുൻ നമ്മുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത്. ആ സ്കൂളിലുണ്ടായ ആ ഒരു അപകടം തന്നെ എത്രമാത്രം ഒഴിവാക്കാമായിരുന്നു എന്ന ചോദ്യം ആദ്യം മുന്നിൽ വന്നെങ്കിൽ പിന്നീട് മിഥുൻ്റെ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എത്രമാത്രം പ്രിയപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ എത്രമാത്രം വലിയ നിലയിൽ എത്തേണ്ട ആളാണ് മിഥുൻ എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ വരുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ കഴിയുക, അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അപ്പോഴും പിന്നെ ചെയ്യാൻ കഴിയുക കുടുംബത്തിന് താങ്ങാകുക എന്നുള്ളതാണ്. ആ മനോഭവനം എന്ന വീട് നമ്മളെല്ലാവരും വന്ന് കണ്ടിരുന്നു. നമ്മൾ മാധ്യമങ്ങൾ അതിന് പുറത്ത് നിൽക്കുമ്പോൾ ആ വീടുമായി ബന്ധപ്പെട്ട ആ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുമാണ്. ആ മനോഭവനത്തിൽ ഇരുന്നപ്പോൾ തൊട്ടു പുറത്തുണ്ടായിരുന്ന ചുവരുകളിൽ അവനവൻ്റെ സ്വപ്നങ്ങൾ വരച്ചിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്നങ്ങളിലൊന്നും അത് വീടായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അവൻ്റെ അമ്മൂമ്മ പറയുന്നത് പോലെ ഒരു പട്ടാളക്കാരനാകുക, നല്ല ഫുട്ബോൾ കളിക്കാരനാകുക എന്ന് പറയുന്ന വലിയ സ്വപ്നവും. അപ്പോൾ എന്തായാലും അന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പ് നൽകിയിരുന്നു, നല്ലൊരു വീട് മിഥുന് വേണ്ടി ഉണ്ടാകും എന്നൊരു പറഞ്ഞിരുന്നു. ആ വീട് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മിഥുനം, അങ്ങനെ തേവലക്കരയിൽ മിഥുനം പിറന്നിരിക്കുകയാണ്. ആ മിഥുനം തലയുയർത്തി നിൽക്കുകയാണ്. അവൻ്റെ ഓർമ്മകളും അവൻ്റെ സ്മരണകളുമുണ്ട്. എന്നോ ഒരു കാലത്ത് ജോലി നേടി നിർമ്മിക്കാൻ അവൻ ബാക്കി വെച്ചിരുന്ന വീട്, അതിനുവേണ്ടി ഇനി അവർ കാത്തിരിക്കേണ്ട. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ സർക്കാരുണ്ട്. മിഥുൻ്റെ അനിയനുണ്ട്, സുജിൻ എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ സുജിൻ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ആത്മവിശ്വാസമായി സർക്കാരിൻ്റെ കരുതലുണ്ടാകും, ഒപ്പമുള്ള ചുറ്റുമുള്ള ആളുകളുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ആ വീട്ടിലൂടെ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരു നാട് മുഴുവൻ അവർക്കൊപ്പമുണ്ട്. കാരണം നമുക്കിപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയുന്നുണ്ട്, ആ സംഭവം അത് ഒഴിവാക്കാനാകുമായിരുന്നു, അത് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, ആരുടെയൊക്കെ അനാസ്ഥ കൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മുന്നിലുള്ള ജീവിതത്തിൽ പിന്തുണയായി ഞങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ അടയാളമാണ് ആ ഉയർന്നു നിൽക്കുന്നത്. 25-ാം തീയതി ഗൃഹപ്രവേശത്തോടു കൂടി അവർ ആ വീട്ടിലേക്ക് താമസം മാറുകയാണ്, പുതിയ വീട്ടിലേക്ക് മാറുകയാണ്. അതൊരു കരുതലാണ്. ആ വീടിൻ്റെ ഓരോ മതിലും എന്ന് പറയുന്ന കരുതലാണ്. ആ കരുതൽ എന്നും ഉണ്ടാകും. അത് സർക്കാരിൻ്റെ മാത്രമല്ല ബാക്കിയുള്ള മനുഷ്യരുടെ എല്ലാം കൂടിയാണ് എന്ന് പറയാനാണ് തോന്നുന്നത്. അപ്പോഴും ഈ സർക്കാർ പറഞ്ഞ ആ വാക്ക് പാലിച്ചു. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ആണ്. തീർച്ചയായും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഉറപ്പായിട്ടും അന്ന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണ്. ഒരു കുഞ്ഞിന്റെ ജീവനാണ് പൊലിഞ്ഞത്. അപ്പോൾ ഒരു കരുതൽ എന്നുമുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം കൂടി ആ കുടുംബത്തിന് നൽകുന്നുണ്ട്. അങ്ങനെ തന്നെ വേണം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചുവരുകളിൽ അവന്റെ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവൻ ഇല്ലായ്മയിലും
സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നവയുണ്ട്. അതിനെല്ലാം വേണ്ടിയിട്ട് കരുതലോട് കൂടി ചുറ്റുമുള്ളവർ കുറേ പേരുണ്ട് എന്നുള്ള വലിയൊരു സന്ദേശം കൂടി ആ കുടുംബത്തിന് നൽകി അവരെ മുന്നിലേക്ക് പോകാൻ ധൈര്യം നൽകുന്നു എന്ന് പറയുന്നതും വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ആ ഒരു തണലൊരുങ്ങിയിരിക്കുകയാണ്. രാഹുൽ ജി നാഥാണ് നമ്മളടുത്ത കാര്യങ്ങൾ പറഞ്ഞത്.